എന്താണ് മാക് അഡ്രസ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് മീഡിയ ആക്സസ് കൺട്രോൾ. മാക് അഡ്രസ്സ് എന്നാൽ ഇപ്പോൾ നമ്മൾ ഇതൊരു നെറ്റ്വർക്കാണെന്ന് വിചാരിക്കാം. അതായത് ഇൻ്റർനെറ്റ് നേരെ മോഡത്തിൽ നിന്ന് നമ്മൾ ഒരു സ്വിച്ച് വഴി കണക്ട് ചെയ്തേക്കുന്നു, ഇല്ലെങ്കിൽ മോഡത്തിൽ നിന്ന് നേരെ വൈഫൈയിൽ കണക്ട് ചെയ്തേക്കുന്ന ഡിവൈസ്. അപ്പോൾ ഇതൊരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ വരുന്ന ഡിവൈസുകളാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഓരോ ഡിവൈസുകളും, അതിപ്പോൾ കമ്പ്യൂട്ടർ ആയാലും ലാപ്ടോപ്പ് ആയാലും മൊബൈൽ ആയാലും എല്ലാത്തിനും ഒരു NIC ഉണ്ടാവും, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കൺട്രോളർ. ആ ഒരു മീഡിയ നെറ്റ്വർക്ക് കാർഡ് ഇത് എല്ലാ ഡിവൈസിനും ഉണ്ടാവും. നെറ്റ്വർക്ക് ഡിവൈസിൽ എല്ലാത്തിനും ഈ ഒരു NIC കാർഡ് ഉണ്ടാവും. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കൺട്രോളർ ഉണ്ടാവും. അപ്പോൾ അതിന് വരുന്ന നമ്പറാണ്, അതായത് മാക് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്രസ്സാണ് മീഡിയ ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞത്. അതായത് ഓരോ ഡിവൈസിനും നമ്മൾക്കറിയാം, നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ നമുക്ക് ഓരോ IP ഉണ്ടാവും. അതായത് നമ്മുടെ മോഡം പ്രൊവൈഡ് ചെയ്യുന്ന, മോഡത്തിൻ്റെ DSCP പ്രൊവൈഡ് ചെയ്യുന്ന, ഇപ്പോൾ നമ്മൾ നെറ്റ്വർക്കിലാണ് പെട്ടേക്കണമെങ്കിൽ അതിനകത്ത് എല്ലാം മോഡം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലോക്കൽ ഏരിയ IP ഉണ്ടാവും, LAN IP ഉണ്ടാവും. ഇതുപോലെ ഓരോ 92.0 സീരീസിലുള്ള ഓരോ IP ഉണ്ടാവും, അല്ലെങ്കിൽ ഏതാണോ അസൈൻ ചെയ്തിരിക്കുന്ന ആ സീരീസിലുള്ള IP എല്ലാം ഈ ഒരു മോഡം കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ അതിന് പുറമെ ഈ ഡിവൈസുകൾക്കെല്ലാം, അത് മൊബൈലായാലും ലാപ്ടോപ്പ് ആയാലും എന്തായാലും അതിനൊരു മാക് അഡ്രസ്സ് കൂടി ഉണ്ടാവും. അതായത് ഏതാണ് എല്ലാ ഡിവൈസിനും ഈ ഒരു NIC കാർഡ് ഉണ്ടാവും. NIC നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കൺട്രോളർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു നെറ്റ്വർക്ക് കാർഡിന് എല്ലാത്തിനും ഓരോ നമ്പർ ഉണ്ടാവും. അതാണ് ഈ മാക് നമ്പർ എന്ന് പറയുന്നത്, മീഡിയ ആക്സസ് കൺട്രോളർ എന്ന് പറയുന്ന കൺട്രോളർ നമ്പർ അഡ്രസ്സ്. അപ്പോൾ ഈ ഒരു മാക് നമ്പർ എല്ലാത്തിനും ഉണ്ടാവും. അപ്പോൾ അതായത് നമ്മുടെ ഈ ഒരു IP അഡ്രസ്സിന് പുറമെ ആ ഒരു മാക് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 12 ഡിജിറ്റുള്ള ഒരു ഹെക്സാഡെസിമൽ നമ്പറാണ്. ഒരു 12 ഡിജിറ്റായിട്ട് ഇതുപോലെ വരുന്ന ഒരു ഹെക്സാഡെസിമൽ നമ്പറാണ്. പിന്നെ ഇതിനകത്ത് തന്നെ കുറച്ച് പോർഷൻ ആ ഒരു നെറ്റ്വർക്കിനെ, നമ്മുടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെയും, പിന്നെ കുറച്ച് പോർഷൻ ആ ഒരു ആ ഡിവൈസ് മേക്കിനെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. അതൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിലവിൽ ഈ ഒരു പോർഷൻ, ഈ ഒരു മാക് അഡ്രസ്സ് ഇതുപോലെ എല്ലാ ഡിവൈസുകൾക്കും, മൊബൈലായാലും ഈ പറഞ്ഞ നമ്മുടെ കമ്പ്യൂട്ടർ ആയാലും ലാപ്ടോപ്പ് ആയാലും എല്ലാത്തിലും ആ ഒരു മാക് അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ മോഡത്തിനും ഇതുപോലെ തന്നെ മാക് അഡ്രസ്സ് ഉണ്ടാവും. ഈ മാക് അഡ്രസ്സ് മോഡത്തിന് മാത്രമല്ല, ഈ ഒരു ഡിവൈസുകൾക്കും ഈ ഒരു മാക് അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മാക് അഡ്രസ്സ് വെച്ചിട്ടും നമുക്ക് ഇതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇതൊരു മോഡമായിട്ട് കണക്റ്റഡ് അല്ല, ഇതൊരു ഇൻഡിവിജ്വലി ജസ്റ്റ് ഈ ഒരു 3-4 കമ്പ്യൂട്ടറുകൾ വഴി കണക്റ്റഡ് അല്ല, ഈ ഒരു നെറ്റ്വർക്കാണെന്ന് വിചാരിക്കാം, മോഡമായിട്ട് കണക്ട് ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കാം. അപ്പോഴും ഇതിനെല്ലാത്തിനും ഓരോ മാക് അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ഈ മാക് അഡ്രസ്സ് വെച്ചിട്ട് ഈ ഒരു സിസ്റ്റത്തിന് നമ്മുടെ ഒരു കമ്പ്യൂട്ടർ ഷെയറിങ് ചെയ്യുന്നതാണെങ്കിൽ, നമുക്ക് കമ്പ്യൂട്ടർ ചെയ്യാൻ നേരത്ത് അറിയാം, കമ്പ്യൂട്ടർ ഷെയറിങ്ങിൽ ഫയൽ ഷെയറിങ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ ഒരു മോഡത്തിൻ്റെ ആവശ്യമില്ലാണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു IP അഡ്രസ്സ് അല്ല അവിടെ വരുന്നത്. കാരണം IP അഡ്രസ്സ് അപ്പോൾ അവിടെ ഒരു മോഡം ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മളൊന്നില്ലെങ്കിൽ നമ്മളവിടെ സ്റ്റാറ്റിക്കായിട്ട് ചിലപ്പം IP അഡ്രസ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ പോലും നമ്മൾ ഫയൽ ഷെയറിങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഫയൽ ഷെയറിങ് നടക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സ്വിച്ചിന് അല്ലെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടറിന് തന്നെ അന്യോന്യം അറിയാൻ പറ്റും മാക് അഡ്രസ്സിലുള്ള ഡിഫറൻസ്. അതായത് ഫോർ എക്സാമ്പിൾ, ആ ഒരു മാക് അഡ്രസ്സിൽ എല്ലാം ഓരോ മാക് അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ ആ ഒരു മാക് അഡ്രസ്സിൽ വരുന്ന മാക് അഡ്രസ്സിൽ വരുന്ന ഡിഫറൻസ് അനുസരിച്ച് ഈ വരുന്ന പാക്കറ്റ്സ്, അതായത് നമ്മളൊരു ഡിവൈസിൽ നിന്ന് അടുത്ത ഡിവൈസിലോട്ട് അല്ലെങ്കിൽ റിക്വസ്റ്റ് അയക്കുമ്പോൾ പാക്കറ്റ്സ് അയക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു നെറ്റ്വർക്കിൽ വരുന്ന മാക് അഡ്രസ്സ് എല്ലാം ആ ഒരു സ്വിച്ചിനുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ഡിവൈസ് എന്താണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ പരസ്പരമാണെങ്കിലും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഓരോ ഡിവൈസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ IP മാത്രമല്ല ഇതുപോലുള്ള മാക് അഡ്രസ്സ് വെച്ചും ഇതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് മോഡം ഒന്നും കണക്ട് ചെയ്യാതെ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ, നമ്മുടെ ഓഫീസിൽ നമ്മൾ കുറച്ച് കമ്പ്യൂട്ടറുകളുണ്ട്, അത് അന്യോന്യം കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു സ്വിച്ച് ഉണ്ടെങ്കിൽ അന്യോന്യം ഫയൽ ഷെയറിങ് നടക്കുന്നത് അതുകൊണ്ടാണ്. ഫയൽ ഷെയറിങ് നടക്കും. അതായത് ഈ ഒരു മാക് അഡ്രസ്സ് ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഏത് സ്ഥലത്തു നിന്നാണ് ആ ഒരു റിക്വസ്റ്റ് വന്നതെന്ന് അതനുസരിച്ച് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും ഈ ഡിവൈസിലുള്ള നെറ്റ്വർക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മാക് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ ഏരിയയിലെ ഡിവൈസുകൾ തമ്മിൽ അന്യോന്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതൊരു NFC കാർഡ്, അതായത് നെറ്റ്വർക്ക് കാർഡ്, അതിലാണ് ആ ഒരു ഡിവൈസുകളുടെ എല്ലാം ആ ഒരു നമ്പർ, അത് ഫിസിക്കൽ അഡ്രസ്സാണ്. മാക് അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു ഫിസിക്കൽ അഡ്രസ്സാണ്, അത് ചേഞ്ച് ആയില്ല. നോർമലി ആക്കില്ല, സ്പൂഫ് ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ നോർമലി ചേഞ്ച് ആവില്ല. അത് ഒരു ഫിസിക്കൽ അഡ്രസ്സാണ്, എല്ലാ ഡിവൈസുകൾക്കും ഉള്ളൊരു ഫിസിക്കൽ അഡ്രസ്സാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കിവിടെ ഇതാണ് നമ്മുടെ മോഡം, നമ്മുടെ വീട്ടിലെ മോഡമാണെന്ന് നോക്കിയാൽ അപ്പോൾ മോഡത്തിനൊരു ഗേറ്റ് വേ അഡ്രസ്സ് ഉണ്ടാവും, അതിനൊരു മാക് അഡ്രസ്സ് ഉണ്ടാവും, അതിന് പുറമെ ഒരു വാൻ അഡ്രസ്സ് ഉണ്ടാവും. നമുക്കറിയാം ആ ഒരു സർവീസ് പ്രൊവൈഡർ തരുന്ന ഒരു വാൻ IP കൂടി, വൈഡ് ഏരിയ നെറ്റ്വർക്കിൽ വരുന്ന ഒരു IP കൂടി ഉണ്ടാവും. എന്നാൽ ഈ ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന IP ഈ ഡിവൈസുകൾക്കെല്ലാം ഒന്നായിരിക്കും. അതായത് ആ ഒരു IP തന്നെയായിരിക്കും നമ്മുടെ ആ ഒരു നെറ്റ്വർക്കിലുള്ള ആ ഒരു IP. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരാൾ ട്രേസ് ചെയ്യുകയാണെന്ന് വെച്ചോ, അതായത് നമുക്ക് ആ ഒരു ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നിന്നൊരു ആക്ടിവിറ്റി നടന്നു, അപ്പോൾ നമ്മൾ ട്രേസ് ചെയ്യാൻ നേരത്ത്
നമ്മൾ നോർമലി നമ്മൾക്ക് ഈ വാൻ ഐ പി വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് എവിടെയാണ് ആ ഒരു റൗട്ടർ ഇരിക്കുന്നത്. കാരണം ഈ ഒരു റൗട്ടർ, ഇതുപോലത്തെ ഒരു റൗട്ടർ ലോകത്ത് എവിടെ നിന്നാലും ആ ഒരു വാൻ ഐ പി ഈ ഒരു റൗട്ടറിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു റൗട്ടറിൽ നിന്നാണ് ഈ ഒരു ആക്ടിവിറ്റി പോയേക്കണേന്ന് മനസ്സിലാവും. ഈ ഒരു ആക്ടിവിറ്റി നടന്നിരിക്കുന്നത് ഈ ഒരു റൗട്ടറിൽ നിന്നാണ് മനസ്സിലാവും. പക്ഷേ ഈ ഒരു റൗട്ടറിലാണെങ്കിൽ ഇതിനകത്ത് ഏത് ഡിവൈസിൽ നിന്നാണ് ഈ ഒരു ആക്ടിവിറ്റി നടന്നേക്കണമെന്ന് മനസ്സിലാവണം. കാരണം ഈ ഒരു റൗട്ടറിൽ നിന്നാണെന്ന് മനസ്സിലായി, പക്ഷേ ഈ റൗട്ടറിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഡിവൈസിൽ ഏത് ഡിവൈസിലാണ് നിന്നാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ വാൻ ഐ പി കൊണ്ട് പറ്റില്ല. കാരണം ഇതേ വാൻ ഐ പി തന്നെയായിരിക്കും ഈ ഒരു സീരിയലിൽപ്പെട്ട എല്ലാത്തിനും അതേ ഒരു വാൻ ഐ പി തന്നെയായിരിക്കും കൊടുത്തേക്കുന്നത്. വാൻ ഐ പി കൊണ്ടല്ല. അപ്പോൾ ഇതിൽ നിന്ന് കണക്റ്റ് ആയിരിക്കുന്ന ഈ ഡിവൈസുകളുടെ മാക് അഡ്രസ്സ് അത് ഡിഫറെൻ്റ് ആയിരിക്കും. മാക് അഡ്രസ്സ് ഇത് ഡിഫറെൻ്റ് ആയിട്ട് വരും. കാരണം ഈ ലോക്കൽ ഏരിയ ഐ പി ഇപ്പോൾ നമ്മളിത് ഇഷ്യൂ ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു DHCP റൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഒരു 3 എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ 4 ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അത് ഡിവൈഡായി പോകും. ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന 3 എന്നാണെങ്കിൽ ചിലപ്പോൾ അടുത്ത ദിവസം കണക്ട് ചെയ്യുമ്പോൾ ഇത് 4 ആയിരിക്കും വരുന്നത്. ലോക്കൽ ഏരിയ ഐ പി അവിടെ ചേഞ്ച് ആയിട്ടുണ്ടാവും. എന്നാൽ ഈ ഒരു മാക് അഡ്രസ്സ് അവിടെ ചേഞ്ച് ആവുന്നില്ല. മാക് അഡ്രസ്സ് അവിടെ എല്ലാം സ്റ്റഡി ആയിട്ട് എല്ലാം സ്റ്റഡി ആയിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ ഇൻ്റർനെറ്റിൽ നിന്ന് നമ്മൾ എവിടെ നിന്നാണ് ആ ഒരു ആക്ടിവിറ്റി നടന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു വാൻ അഡ്രസ്സ് വെച്ചായിരിക്കും. പക്ഷേ വാൻ അഡ്രസ്സിൽ നിന്ന് അത് കഴിഞ്ഞ് ആ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ, അതായത് ആ മോഡമായി കണക്ട് ചെയ്ത് ഏത് ഡിവൈസിലാണെന്ന് കണ്ടുപിടിക്കുന്നത് ആ ഒരു മാക് അഡ്രസ്സ് വെച്ചായിരിക്കും. അപ്പോൾ ഇത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു മാക് അഡ്രസ്സിൻ്റെ പ്രവർത്തനം വരുന്നത്. മാക് അഡ്രസ്സ് ഫിസിക്കലി ഉള്ളൊരു അഡ്രസ്സാണ്. അത് ചേഞ്ച് ആവില്ല. അത് മാനുഫാക്ചർ തന്നെ ആ ഡിവൈസ് മേടിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഈ ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ മേടിക്കുമ്പോൾ തന്നെ അതിനകത്ത് NFC കാർഡ് ഉണ്ടാവും, ലാൻ കാർഡ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ മൊബൈലിലൊക്കെ ആണെങ്കിൽ വൈഫൈ കാർഡ് ഉണ്ടാവും, വൈഫൈ നെറ്റ്വർക്കിൽ തന്നെ നമുക്ക് ആ ഒരു മാക് ഐ ഡി ഉണ്ടാവും. എല്ലാത്തിലും, ഈവൻ മോഡത്തിലായാലും എല്ലാത്തിലും ആ ഒരു മാക് ഐ ഡി ഉണ്ടാവും. സോ ഇതാണ് മാക് ഐ ഡി അല്ലെങ്കിൽ മാക് അഡ്രസ്സ് എന്ന് പറയുന്ന മീഡിയ ആക്സസ് കൺട്രോളർ.